പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവ ഒക്കെ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ചെയ്ത പ്രവൃത്തി ദേവാലയ വിശുദ്ധീകരണമായിരുന്നു. ദേവാലയത്തിൽ ചെന്ന് അവിടെ കച്ചവടം ചെയ്തിരുന്നവരെയൊക്കെ വലിച്ച് പുറത്തിട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ അശുദ്ധമാക്കരുത് എന്ന് താക്കീത് ചെയ്തു. അപ്പോൾ ഇതവിടുത്തെ അധികാര പ്രമാണിമാരെയൊക്കെ, ഇതിൻ്റെയൊക്കെ പങ്ക് പറ്റിയിരുന്നവരെയൊക്കെ ദേഷ്യപ്പെടുത്തി. എന്നിട്ട് അത് കഴിഞ്ഞ് യേശു വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ചോദ്യം നല്ലത് തന്നെ, പക്ഷേ ചോദ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഒരു ഉത്തരം ലഭിക്കുക എന്നുള്ളതല്ല, അവനെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പല ചോദ്യങ്ങളും ഉത്തരം ലഭിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, പലതും നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളെ ട്രാപ്പ് ചെയ്യുവാനും വേണ്ടി പ്ലാൻ ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇക്കാലത്ത് സാത്താനും വളരെ അഡ്വാൻസ്ഡാണ്. അവൻ ഈ ടെക്നോളജിയൊക്കെ വെച്ച് മനുഷ്യരെ എങ്ങനെ വഴിതെറ്റിക്കാമെന്ന് അവൻ നോക്കി നടക്കുകയാണ്. ഈസ് വെരി ക്ലെവർ ആൻഡ് സ്മാർട്ട്. അപ്പോൾ നമ്മൾ അതിനേക്കാളും ഉപരി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ സാത്താൻ്റെ തട്ടിപ്പുകളിൽ വീണ് പോകും. അപ്പോൾ 2 ദിവസം മുമ്പ് ഇതുപോലെ മയക്കുമരുന്നിനെതിരായിട്ടൊരു പോസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഒരു 5-8 മണിക്കൂർ ചോദ്യശരങ്ങളും അതിനോടനുബന്ധിച്ച് ഉത്തരം പറയാനുള്ള ബാധ്യതയും ഒക്കെ എൻ്റെ തലയിൽ. അതായത് സ്കൂൾ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിഷയം, ഇത് അർജൻറ്റായിട്ട് ഇത് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ തളർത്താനായിട്ടുള്ള ചോദ്യങ്ങൾ, ഉത്തരത്തിനായിട്ടുള്ള ചോദ്യങ്ങളല്ല, തളർത്താനുള്ള ചോദ്യങ്ങൾ. അതിനുശേഷം ഇന്നലെയും ഉണ്ടായിരുന്നു. അപ്പം അത് വേറെ വിഷയത്തെക്കുറിച്ചാണ്. അതൊന്നും ഇവിടെ പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വരം എങ്ങനെയും ഒരു ചിന്താഗതി ഉണ്ടെന്നുള്ള കാര്യം ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രതികരിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിങ്ങനെ ഒരു ചെയിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വീണ്ടും കറപ്റ്റഡ് ആകും. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ അല്ല, ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, മനുഷ്യനേക്കാളും ബുദ്ധിയൊക്കെയുള്ള മെഷീൻസ് വരുന്നു. നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ട സമയം
ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ 1 പത്രോസ് 5:5 വിശ്വാസികൾക്കുള്ള ഉപദേശം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ശ്രേഷ്ഠന്മാർക്ക്, എല്ലാവർക്കുമല്ല, ശ്രേഷ്ഠതയുള്ളവർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ഇപ്പം ശത്രുക്കളെ പോലും സ്നേഹിച്ച് അവരോട് വിനയത്തോടെ പെരുമാറുവാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അഹങ്കാരം നമ്മെ വിട്ടു പോകട്ടെ. അഹങ്കാരം നമ്മിൽ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ വിവേകമുണ്ടാകും. നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഹൈജാക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മളെന്ത് വലിയ സംഭവമാണ്, ഞാൻ ശരി മാത്രമേ പറയൂ എന്നുള്ള മെൻറ്റാലിറ്റിയൊക്കെ മാറ്റി വെച്ചിട്ട്, ഹൂ ആം ഐ, ഞാനും ഒരു സാധാരണ മനുഷ്യൻ, മറ്റുള്ളവരും മനുഷ്യർ, അവർക്ക് അവരുടേതായ ചിന്താഗതികൾ, എനിക്ക് എൻ്റേതായ ചിന്താഗതികൾ, എൻ്റെ ചിന്താഗതികൾക്ക് ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ അവരത് കേൾക്കട്ടെ, ഇനി മെറിറ്റ് ഇല്ലെങ്കിൽ അവരത് തള്ളിക്കളയട്ടെ. അതുപോലെ മറ്റുള്ളവർ പറയുന്നതിലൊരു ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അത് നമുക്ക് കൈക്കൊള്ളാം, അല്ലെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാം. അപ്പം അങ്ങനെ ഒരു വളരെ വിനയത്തോടെ, എല്ലാവരോടും ഒരു സ്നേഹത്തോടെയുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി താഴ്മയോടെ, ആബാ പിതാവേ, ഇതാ ഞാൻ നിസ്സാരനായ മനുഷ്യൻ, ഈ ഭൂമിയിൽ കുറച്ച് നാളുകൾ മാത്രം ജീവിക്കുന്ന നിസ്സാരനായ പാപിയായ ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉള്ള മനുഷ്യൻ, ഇതാ കർത്താവേ എന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ യഥാർത്ഥ വിനയവും പരസ്പര സ്നേഹവും എല്ലാം നമ്മിൽ ഉടലെടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല കാരണം, ഏറ്റവും ബേസിക്കായിട്ട് അതിൻ്റെ ഒരു മൂലക്കല്ല്, കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവിൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതം. വീണ്ടും പറയുന്നു, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പല പല തന്ത്രങ്ങളുമായി അവൻ ചുറ്റി നടക്കുന്നു. അത് സോഷ്യൽ മീഡിയ ആകാം, പ്രകോപനപരമായ ചില വാക്കുകളാകാം, കമൻറ്റുകളാകാം, മയക്കുമരുന്നിനോടുള്ള ഒരു ഇൻവിറ്റേഷൻ ആകാം, പോർണോഗ്രഫിനോടുള്ള ഒരു ടെംപ്റ്റേഷൻ ആകാം, കോപിക്കുവാനുള്ള അവസരങ്ങളാകാം, മടി പിടിച്ചിരിക്കുവാനുള്ള തോന്നലുകളാകാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കി വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ
കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതിയാകാം. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എത്ര പേര് ലൈക്ക് അടിച്ചു എന്നൊക്കെ വെറുതെ നോക്കി 5 പൈസയുടെ ഉപകാരമില്ലാത്ത കാര്യമാണ്. ആൾക്കാർ ലൈക്ക് അടിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ കൺസ്യൂമേഴ്സ് ആകാതെ, നമ്മളതിൻ്റെ ഉപഭോക്താക്കളാകാതെ, നമുക്ക് ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായി ചെയ്യുവാൻ അല്ലെങ്കിൽ നിർമ്മിക്കുവാൻ കർത്താവിനോട് നമുക്ക് കൂട്ടുപിടിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പുതിയ പുതിയ രീതിയിൽ, പുതിയ പുതിയ മാർഗങ്ങളിലൂടെ സാത്താൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ വിനീതരായി നിൽക്കുക. ആബാ പിതാവേ, ഞങ്ങളെ നയിക്കണമെന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം മുട്ടുമടക്കി നിൽക്കുക. അതുപോലെ ശ്രേഷ്ഠന്മാരെ, ശ്രേഷ്ഠതയുള്ളവരെ ശ്രവിക്കുക. നമുക്ക് മുമ്പേ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ ജീവിക്കുന്ന ശ്രേഷ്ഠതയുള്ള മനുഷ്യരുടെ ശ്രേഷ്ഠതയുള്ള വാക്കുകളും പ്രവൃത്തികളും നമുക്ക് കണ്ട് പഠിക്കാം, കണ്ട് മനസ്സിലാക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ബാക്കിയുള്ള ഈ കൊളുത്തുകൾ അല്ലെങ്കിൽ ഹുക്കുകൾ അതിവിദഗ്ധമായി ജാഗ്രതയോടെ ഈ വക ഹുക്കുകളിലൊന്നും പെടാതെ ദൈവത്തിൻ്റെ പാതയിലൂടെ മാത്രം ചരിക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തിൻ്റെ ഇടുങ്ങിയ പാതയിലൂടെ എല്ലാവിധ ഡിസ്ട്രാക്ഷൻസിലുമൊക്കെ നിന്ന് മാറി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അബ്ബാപിതാവിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നമുക്ക് നിറവേറ്റാം. നമ്മുടെ കുരിശുമെടുത്ത് നമുക്ക് സന്തോഷത്തോടെ അവനെ അനുധാവനം ചെയ്യാം. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തിക്കൊള്ളും. ആകാംക്ഷ വേണ്ട. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. Hallelujah, hallelujah. Praise you, adore you, worship you, Jesus. Hallelujah.